89.6 FM Sargakshetra SK Junction. നമസ്കാരം സർഗക്ഷേത്ര 89.6 FM-ൽ ഇത് SK ജംഗ്ഷന്റെ സമയമാണ്. SK ജംഗ്ഷനിൽ കൂടെയുള്ളത് RJ ദിവ്യയാണ്. ഇന്ന് നമ്മൾ SK ജംഗ്ഷനിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ഒരു പൊതുജനാരോഗ്യത്തെയും സാമൂഹിക സുരക്ഷിതത്വത്തെയും ഒക്കെ ഒരുപോലെ ബാധിക്കുന്ന, എന്നാൽ വളരെ എളുപ്പത്തിൽ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്താൽ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ വിഷയത്തെക്കുറിച്ചാണ് ഷിഗല്ല. യെസ്, ഈ ഒരു വിഷയത്തെ പറ്റി നമ്മൾക്ക് കൃത്യമായും വ്യക്തതയോടുകൂടിയും നമ്മൾക്ക് അറിവ് പകർന്നു തരാൻ വേണ്ടി നമ്മളുടെ കൂടെ ഇന്ന് ഗസ്റ്റായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ഇബ്രാഹിം അലി സലീമാണ്. തെള്ളകം മിത്തേറ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആയിട്ടുള്ള ഡോക്ടറിനോട് നമുക്ക് കൂടുതൽ ഷിഗല്ലയെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഡോക്ടർ, ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്. ഇത് കുടലിനെ ബാധിച്ച് ഷിഗല്ലോസിസ് എന്നൊരു രോഗമുണ്ടാക്കുന്നു. പ്രധാന ലക്ഷണങ്ങൾ പനി, വയറുവേദന, വയറിളക്കം, ചിലപ്പോൾ രക്തം കലർന്ന മലം എന്നിവയാണ്. വളരെ കുറച്ച് ബാക്ടീരിയ മതി ശരീരത്തിൽ കയറിയാൽ രോഗം വരാനുള്ള സാധ്യത വളരെ എളുപ്പത്തിൽ തന്നെ പകരാനും സാധിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന, ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗം തന്നെയാണ് ഷിഗല്ല എന്നുള്ളത്. ആ ഒരു ഷിഗല്ലയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്നും അതേപോലെ തന്നെ ഷിഗല്ലയെ പറ്റിയിട്ടുള്ള നമ്മളുടെയൊക്കെ സംശയങ്ങൾ ദൂരീകരിക്കാനും വേണ്ടിയിട്ട് ഡോക്ടർ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും. SK ജംഗ്ഷനിൽ കൂടെയുള്ളത് RJ ദിവ്യയാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction. അങ്ങനെ SK ജംഗ്ഷൻ മുന്നോട്ട് പോകുമ്പോൾ പത്രമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ അടുത്തിടയ്ക്കായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഷിഗല്ല എന്നുള്ള കാര്യം. പല കുട്ടികളെയും ഇത് ബാധിക്കുകയും അവർ മരണപ്പെടുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനിയും അങ്ങനെ ഒരു ജീവൻ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ട് നമ്മൾ കൃത്യമായി ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് നമ്മളിൽ നിന്നും വേർപിരിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡോക്ടറിനോട് ചോദിക്കാം, ഷിഗല്ലയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? പനി, വയറിളക്കം, ഛർദില്, തുടരെ മലവിസർജനം ചെയ്യണം എന്നുള്ള തോന്നൽ, സംടൈംസ് വളരെ ഗുരുതരമായി കഴിഞ്ഞാൽ സിവിയർ ഡീഹൈഡ്രേഷനും സംടൈംസ് മലത്തിലൂടെ രക്തവും കൂടെ നഷ്ടപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും സയൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ അടുത്ത് പോകേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, വയറിളക്കം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സാധാരണ വയറിളക്കത്തിൽ നിന്നും ഷിഗല്ലയെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉയർന്ന പനിയും കടുത്ത വയറുവേദന ഉണ്ടാവും. അത് മാത്രമല്ല മലത്തിലൂടെ കഫവും സംടൈംസ് രക്തവും പാസ് ചെയ്യപ്പെടാം. ചില ആൾക്കാരിൽ ബ്രെയിനെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള സിംറ്റംസും വരാറുണ്ട്. ഷിഗല്ല എൻകഫലോപ്പതി എന്ന് പറയും. അതിൽ സംടൈംസ് ഫിറ്റ്സ് പോലും ആൾക്കാർക്ക് വരാം. ചിലപ്പോൾ ആ ഒരു പിച്ചും പേയൊക്കെ പറയുന്ന രീതിയിലൊക്കെ പോകും. ചില ആൾക്കാരിൽ സിവിയർ ഡീഹൈഡ്രേഷൻ വരുമ്പോഴേക്കും മൂത്രത്തിന്റെ അളവ് കുറഞ്ഞു പോകും, കിഡ്നിയെ ഡാമേജ് സംഭവിക്കാം. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാം. പരിഭ്രാന്തിപ്പെടേണ്ട ഒരാവശ്യവുമില്ല. നമുക്ക് ഡോക്ടറിനോട് ചോദിച്ചിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ ഷിഗല്ലയെ ചെറുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് SK ജംഗ്ഷനിലൂടെ RJ ദിവ്യയ്ക്ക് പറയാനുള്ളത്. ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ നമ്മൾ ഷിഗല്ലയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിഗല്ലയെ പറ്റി നമുക്ക് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് തെള്ളകം മിത്തേറ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആയിട്ടുള്ള ഡോക്ടർ ഇബ്രാഹിം അലി സലീം സാറാണ്. സാർ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മളുടെ സംശയങ്ങൾ നമുക്ക് ഓരോന്നായി ഡോക്ടറിനോട് ചോദിക്കാം. ഡോക്ടർ, ഷിഗല്ല ബാധിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കും എന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അതുപോലെ തന്നെ ഈ ഒരു ഡീഹൈഡ്രേഷൻ ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഷിഗല്ല കാരണം ഉണ്ടാകുന്ന വയറിളക്കവും ഛർദിയും മൂലമാണ് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വെള്ളവും അതുമാത്രം അല്ല ഇലക്ട്രോലൈറ്റ്സും കൂടെ ഒരുമിച്ച് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട്, നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. അതിൻ്റെ കൂടെ തന്നെ കടുത്ത ദാഹം, വായൊക്കെ ഭയങ്കരമായിട്ട് വരണ്ടു പോവുക, കണ്ണുകൾ കൊഴിഞ്ഞു പോവുക, മൂത്രത്തിൻ്റെ അളവ് കുറയുക, സിവിയർ ആയിട്ടുള്ള തലകറക്കം വരിക, ഉറക്കം. ഇപ്പോൾ നമ്മൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ഭയങ്കര ഗിഡിനെസ് ഒക്കെ തോന്നി നമ്മൾ വീണു പോകുമെന്ന് തോന്നിപ്പോകും. അങ്ങനത്തെ ഉള്ള സിംറ്റംസ് വരും. ഈ ഒരു സിംറ്റംസ് കാണുമ്പോൾ തന്നെ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? പ്രിക്കോഷൻസ് മെയിൻലി ഹാൻഡ് ഹൈജീൻ ആണ്. അതായത് നമ്മൾ ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സുരക്ഷിതമായ കുടിവെള്ളം ഉപയോഗിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ടോയ്ലറ്റിൽ പോയ ശേഷവും നന്നായിട്ട് സോപ്പ് വെച്ചിട്ട് നമ്മൾ കൈ കഴുകിയിട്ടുണ്ടാണ് അറ്റ്ലീസ്റ്റ് 20 seconds എങ്കിലും. ഇപ്പോൾ നമുക്ക് സിംറ്റംസ് ഉള്ള ആളാണെങ്കിൽ അവർ വർക്കിന് പോകാതിരിക്കുക, ബാക്കിയുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ സിംറ്റംസ് ഉള്ള കുട്ടികളെയും സ്കൂളിലേക്ക് പറഞ്ഞു വിടാതിരിക്കുക. തുറന്നു വെച്ച ഭക്ഷണം ഒഴിവാക്കുക. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും കൈ കഴുകിയിട്ടുണ്ടാകും. തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കുക. വീട്ടിലെ UV ആണെന്നുണ്ടെങ്കിൽ UV ട്രീറ്റഡ് RO പ്ലാന്റ് അങ്ങനത്തെ ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. ബട്ട് മേക്ക് ഷുവർ ഇറ്റ് ഇസ് സർവീസ്.
ടെസ്റ്റ് പ്രോപ്പർലി. ഡോക്ടറിന്റെ വാക്കുകൾ എന്തുകൊണ്ടും നമുക്ക് കൂടുതൽ ഊർജവും അതുപോലെ തന്നെ ഈ ഒരു ഭയമില്ലാതെ നമുക്ക് കരുതലോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഡോക്ടർ പറഞ്ഞു വന്നിട്ടുള്ളത്. അങ്ങനെ ഷിഗിലയെ പറ്റി നമ്മൾ ഓരോ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും SK ജംഗ്ഷനിൽ. കൂടെയുള്ളത് RJ ദിവ്യയാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. നമ്മുടെ SK ജംഗ്ഷൻ മുന്നോട്ട് തന്നെ പോവുകയാണ്. കൂടെയുള്ളത് RJ ദിവ്യയാണ്. RJ ദിവ്യയുടെ കൂടെ തെലഗമിത്തേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യനായ ഇബ്രാഹിം അലി സലീം ഡോക്ടർ ഉണ്ട്. നമുക്ക് ഡോക്ടറിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഷിഗല്ലയെ പറ്റി. ഡോക്ടർ, ഷിഗല്ല രോഗം സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പരിശോധനകളാണുള്ളത്? നമ്മൾ എന്തൊക്കെ പരിശോധനകളാണ് ചെയ്യേണ്ടത്? ഡോക്ടർ പരിശോധിച്ച ശേഷം ഷിഗല്ല സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് മലം പരിശോധനയാണ്. അതിനുവേണ്ടി ലാബിലേക്ക് മലത്തിൻ്റെ സാമ്പിൾ കൊടുക്കും. അപ്പോൾ സ്റ്റൂൾ റുട്ടീൻ എക്സാമിനേഷൻ, അതിനകത്ത് പഴുപ്പും രക്തത്തിൻ്റെ അംശങ്ങളോ അല്ലെങ്കിൽ ബാക്ടീരിയയോ അതിൻ്റെ പാരസൈറ്റ്സോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നോക്കാനാണ്. പിന്നെ ഷിഗല്ലയ്ക്ക് കണ്ടുപിടിക്കാനായിട്ട് സ്റ്റൂൾ കൾച്ചറാണ് നോക്കുന്നത്. അതിനകത്ത് ഷിഗല്ല ഗ്രോ ചെയ്ത് കിട്ടണം. അതിൻ്റെ കൂടെ തന്നെ ടോട്ടൽ ബ്ലഡ് കൗണ്ട് നോക്കും. നമ്മളെ ഇലക്ട്രോലൈറ്റ്സ് നോക്കും. കിഡ്നിക്ക് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് RFD. ഇത്തരം ടെസ്റ്റുകളാണ് ബേസിക്കായിട്ട് ചെയ്യുക. ഈ ടെസ്റ്റുകളിലൊക്കെ പോസിറ്റിവിറ്റി ആണ് കാണിക്കുന്നതെങ്കിൽ അടുത്തതായിട്ട് ആൻറ്റിബയോട്ടിക് ചികിത്സയാണോ തുടങ്ങുന്നത്? ഷിഗല്ലയുടെ സിവിയറിറ്റി അനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യാം. വളരെ മൈൽഡ് ആയിട്ടുള്ള ഷിഗല്ലയാണ് അല്ലെങ്കിൽ മൈൽഡ് ഷിഗല്ല സിംറ്റംസ് ആണ്, പിന്നെ ഹെൽത്തി അഡൾട്ട്, വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ORS മതിയാവും. പക്ഷേ ആൻറ്റിബയോട്ടിക് ഡെഫിനറ്റ്ലി വേണ്ടത് ഒരു ഔട്ട് ബ്രേക്ക് സെറ്റിംഗ്, ഇപ്പോൾ കേരളത്തിലുള്ള പോലെ ഔട്ട് ബ്രേക്ക് സെറ്റിങ്ങിലാണെങ്കിൽ ഷിഗല്ലയുടെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് തരും. അല്ലാതെ തന്നെ സ്റ്റൂളിൽ പോസിറ്റിവിറ്റി ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ആൾ പ്രതിരോധ ശക്തി കുറവുള്ള ആളാണ്, എൽഡർലി ആണ്, കുഞ്ഞു കുട്ടികളാണ്, അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ ഡോക്ടർ പറയും ആൻറ്റിബയോട്ടിക് റിക്വയർമെൻറ്റ് വേണ്ടതാണെന്നാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യും. ഇനിയും എക്സ്ട്രാ ഓരോ കാര്യത്തിലും ഓരോ മേഖലയിലുമുള്ള നമ്മളുടെ സംശയങ്ങൾ നമുക്ക് നമ്മുടെ ഡോക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് രോഗത്തിനോടുള്ള ആ ഒരു പരിഭ്രാന്തി തന്നെ മാറും, കുറയും. ഇത് സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് RJ ദിവ്യയാണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM. ഇത് SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് RJ ദിവ്യയാണ്. RJ ദിവ്യയുടെ കൂടെ തെലഗമിത്തേര ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ഫിസിഷ്യനായ ഡോക്ടർ ഇബ്രാഹിം അലി സലീം സാർ ഉണ്ട്. സാറിനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഷിഗല്ല എന്തായാലും പകരുന്ന രീതി ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണവും കുടിവെള്ളവും വഴി എങ്ങനെ പകരാതിരിക്കാൻ ഇത് ശ്രദ്ധിക്കണം? സുരക്ഷിതമായ കുടിവെള്ളമാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ ഉപയോഗിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ RO പ്ലാന്റ് UV ട്രീറ്റഡ് ആയിട്ടുള്ളതായിട്ട് യൂസ് ചെയ്യാം. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നല്ലപോലെ വാഷ് ചെയ്ത ശേഷം മാത്രം യൂസ് ചെയ്യാം. തുറന്നു വെച്ച ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കാം. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും ടോയ്ലറ്റ് യൂസ് ചെയ്ത ശേഷവും ഒക്കെ വളരെ ടിക്കുലസ് ആയിട്ട് തന്നെ 20 സെക്കൻഡ്സ് എങ്കിലും ടൈം എടുത്ത് സോപ്പും വാട്ടർ യൂസ് ചെയ്ത് കൈ കഴുകുക. അപ്പം ഹാൻഡ് റബ്ബ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഇതിനത്ര എഫക്റ്റീവ് ഇല്ല. സോപ്പ് ആൻഡ് വാട്ടർ തന്നെയാണ് ഏറ്റവും സോപ്പ് ആൻഡ് വാട്ടർ വെച്ച് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എസ്പെഷ്യലി നമ്മളിപ്പം കയ്യിൽ ഡേർട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ സോയിൽഡ് ആയിട്ടുള്ള ഹാൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആൽക്കോഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് റബ്ബ് പോരാതെ വരും. വളരെ വ്യക്തമായും വളരെ സ്പഷ്ടമായിട്ടും ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ ഒരു സിംപ്ലിസിറ്റിയാണ് ശരിക്കും. ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ശരിക്കും ഈ ഒരു വലിയ രോഗം നമ്മൾക്ക് ബാധിക്കാതിരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു രോഗത്തെ നമുക്ക് എങ്ങനെ ചെറുക്കാൻ കഴിയും, എത്ര സിമ്പിളാണ് കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വളരെ നിസ്സാരമായിട്ട് വിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു SK ജംഗ്ഷനിലൂടെ ഓരോ തവണയും മനസ്സിലാവുന്ന കാര്യം. ഡോക്ടർ അത് തന്നെയാണ് പറഞ്ഞു തരുന്നതും. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണല്ലോ, ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് തന്നെ ചിന്തിക്കുമെങ്കിലും ഇത് വലിയൊരു രോഗം വരാതിരിക്കാനുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളാണ്. ആ ഒരു പൊടിക്കൈകൾ കൃത്യമായി നമ്മൾ ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. SK ജംഗ്ഷനിൽ ഒരു പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. അതെ, ഷിഗല്ല എന്നാൽ എന്താണെന്ന് ശാസ്ത്രീയമായും കൃത്യമായും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു കൃത്യത നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറിനോട് ഓരോ സംശയങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പറയുന്ന ഓരോ കാര്യവും നമ്മളുടെ ഡെയിലി റൂട്ടീനിൽ നമുക്ക് ചേർക്കാൻ സാധിക്കണം, കൃത്യമായി മുന്നോട്ട് പോകാൻ സാധിക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അടുത്ത സംശയമായിട്ട് തന്നെ ഞാൻ ചോദിക്കുകയാണേ. ഇപ്പോൾ കുട്ടികളിൽ ആണോ മുതിർന്നവരിലാണോ കൂടുതലായും ഈ ഷിഗല്ല രോഗം കൂടുതൽ വേഴ്സ് ആയിട്ട് പിടിപെടാൻ കാരണമാകുന്നത്?
കുട്ടികളിലാണത് കുറച്ചുകൂടെ സിവിയറായിട്ട് വരാൻ സാധ്യത. കാരണം ഒന്ന്, അവർക്കത് അവരുടെ സിംറ്റംസ് അഡൽസിനെ പോലെ തന്നെ ആവണമെന്നില്ല. കുട്ടികളിൽ ജസ്റ്റ് അവരുടെ ആക്ടിവിറ്റി ലെവൽസ് കുറയും, നല്ല ക്ഷീണം വരും, തുടർച്ചയായ ഛർദി, വയറുവേദന, പിന്നെ അവർക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ലായിരിക്കും. പിന്നെ കുട്ടികൾ തമ്മിലുള്ള ഇൻട്രാക്ഷനിലും ഇവർക്ക് അവരുടെ ഹാൻഡ് ഹൈജീനും കാര്യങ്ങളൊന്നും കൃത്യമല്ലാതെ പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യും. മലം പാസ് ചെയ്യുമ്പോൾ റെഡ്നെസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നോട്ടീസ് ചെയ്യണമെന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾ അറ്റ് ഹയർ റിസ്ക് ആണ്. അതുപോലെ തന്നെ എൽഡർലിയും ഹയർ റിസ്ക്കിലാണ്. ഇതിനിടയിലൂടെ അഡൽട്ട് ഹെൽത്തി പോപ്പുലേഷൻസിന് വലിയ കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഇഫ് ഷിഗല്ല അത്രയും സിവിയർ ആവണമെന്ന് നിർബന്ധമില്ല. ബട്ട് ഈ പറഞ്ഞ പോപ്പുലേഷനൊക്കെ കുട്ടികളും എൽഡർലീസും ഒക്കെ മോർ അറ്റ് റിസ്ക് ആണ്. കുട്ടികളിൽ ഷിഗല്ല വന്നു എന്ന് നമുക്ക് തോന്നലുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് മാതാപിതാക്കൾ ഡോക്ടറെ സമീപിക്കേണ്ടത്? തീർച്ചയായിട്ടും നല്ല മയക്കം, എപ്പോഴും ഭയങ്കര ക്ഷീണം, കണ്ണുകളൊക്കെ കുഴിഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാതെ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നത് പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ മലത്തിൽ രക്തം കലർന്ന അവസ്ഥ, അതായത് കുട്ടി ആക്റ്റീവ്നെസ് കുറയുന്നതായിരിക്കണം അവിടെ ആദ്യം സംഭവിക്കാം. അപ്പം അതാണ് ഒരു റെഡ് ഫ്ലാഗ് സൈനായിട്ട് നമുക്ക് എടുക്കാം ഇഫ് ഇറ്റ് ഇസ് പെർസിസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആദ്യം നമ്മൾ പരിഭ്രാന്തരാവാതെ കൃത്യമായ പരിശോധനകളിലൂടെയും അതുപോലെ നമ്മൾ സ്വയം ചികിത്സിക്കാതെ കറക്റ്റായിട്ട് ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടുവരിക അല്ലെങ്കിൽ കാണിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഡോക്ടറും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ചില പൊടിക്കൈകളൊക്കെ അറിയാം, പക്ഷേ ആ പൊടിക്കൈകളൊക്കെ നമ്മുടെ മനസ്സിലിരുന്നാൽ മതി. കൃത്യമായ രീതിയിൽ അത് മാറണമെങ്കിൽ, ആ രോഗാവസ്ഥയിൽ നിന്നും പരിപൂർണമായി ഭേദമാകണമെങ്കിൽ നമുക്ക് ഡോക്ടറെ തന്നെ കാണണം. കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ തന്നതിന് ശേഷം മാത്രം നമ്മൾ മരുന്നുകൾ എടുക്കുക. സാധാരണ വയറിളക്കമാണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം ഡോക്ടേഴ്സ് ആവാതിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. സ്വയം ചികിത്സ ഒന്നിനും ഉത്തമമായിട്ടുള്ള കാര്യമല്ല. ഞാനും ഡോക്ടറും SK ജംഗ്ഷനിൽ കൂടെ തന്നെ കാണും. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK Junction. SK ജംഗ്ഷൻ മുന്നോട്ട് തന്നെ പോവുകയാണ്. ഷിഗല്ല പോലുള്ള അതിവേഗം പകരുന്ന ഒരു ബാക്ടീരിയൽ അണുബാധയെ നേരിടുമ്പോൾ ഡോക്ടറുമായി കൃത്യമായ ഒരു ആശയവിനിമയം നടത്തുന്നത് രോഗമുക്തിക്ക് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ഒരു വെറും നമ്മൾ ചോദ്യം ചോദിക്കൽ എന്നതിലുപരി നമ്മളുടെയൊക്കെ ഒരു സംശയ നിവാരണം തന്നെയാണ് SK ജംഗ്ഷനിലൂടെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിഗല്ലയെ പറ്റിയുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് തെള്ളകം മിത്താര ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ഫിസിഷ്യനായ ഡോക്ടർ ഇബ്രാഹിം അലീം സലീം സാറാണ്. ഈ ഒരു ഷിഗല്ല പടർന്നു പിടിക്കുന്നത് തടയാനും ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡോക്ടർ പറഞ്ഞു തന്നു. ഇനിയും കുറച്ചേറെ കാര്യങ്ങൾ നമുക്ക് ഡോക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. ഡോക്ടർ, ഷിഗല്ലയെ തടയാൻ വേണ്ടിയിട്ട് വ്യക്തിഗത ശുചിത്വത്തിന് എന്ത് പ്രാധാന്യമാണുള്ളത്? വ്യക്തിഗത ശുചിത്വം തന്നെയാണ് ഷിഗല്ല പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. പ്രത്യേകിച്ച് ടോയ്ലറ്റ് യൂസ് ചെയ്ത ശേഷം സോപ്പും വാട്ടർ യൂസ് ചെയ്ത് കൈ കൃത്യമായി കഴുകുക എന്നുള്ളത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ മഴക്കാലമാണല്ലോ. ഈ ഒരു മഴക്കാലത്ത് ഷിഗല്ല കേസുകൾ കൂടാൻ സാധ്യതയുണ്ടോ? അങ്ങനെ കൂടാൻ സാധ്യതയുണ്ടെങ്കിൽ എന്തായിരിക്കും അതിനുള്ള ഒരു റീസൺ? മഴക്കാലത്ത് കിണറുകളും കുടിവെള്ളത്തിന് യൂസ് ചെയ്യുന്ന വാട്ടർ സോഴ്സസും ഒക്കെ മലിനമായിട്ടുള്ള ജലവുമായിട്ട് ചേർന്ന് കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. തുറന്നു വെച്ച ഭക്ഷണത്തിൽ ഇപ്പോൾ ഈച്ച വന്നിരിക്കുകയാണെങ്കിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ വഴിയാണ് നമുക്ക് ഷിഗല്ല പകരുന്നത്. ഡോക്ടർ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും ഓരോ രോഗത്തിനെയും കാണേണ്ട രീതിയും പ്രതിരോധിക്കുന്ന രീതിയും ഒക്കെ വളരെ വളരെ വ്യത്യസ്തമാണ്. ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ശ്രദ്ധ ഇല്ലായ്മ മതി വലിയൊരു വിപത്തിനെ നമുക്ക് വരുത്തി വെക്കാൻ. കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ നമുക്ക് രോഗം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് ഡോക്ടറും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇത് സർഗക്ഷേത്ര 89.6 FM, കൂടെയുള്ളത് RJ ദിവ്യാണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. അങ്ങനെ SK ജംഗ്ഷനിൽ നമ്മൾ ഷിഗല്ലയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊരു ഫീക്കൽ ഓറൽ റൂട്ട് എന്ന് തന്നെയാണ് ഡോക്ടറും വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും തന്നെയാണ് ഷിഗല്ല പ്രധാനമായും പകരുന്നത് എന്ന് നമ്മളുടെ തെള്ളകം മിത്താര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആയിട്ടുള്ള ഡോക്ടർ ഇബ്രാഹിം അലി സലീം സാർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ ഞാൻ ചോദിച്ചോളട്ടെ ഡോക്ടർ, ഷിഗല്ല പോസിറ്റീവായി അത് ക്യൂറബിൾ ആയിട്ട് ഒരു ടൈം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ അത് മൊത്തത്തിൽ മാറി എന്ന് പറയപ്പെടാൻ ഒരു ടൈം പീരീഡ് ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ സിംറ്റംസ് മാറി ഒരു 3 to 7 days കഴിയുമ്പോഴേക്കും
നമുക്ക് ഷിഗല്ല മറ്റൊരാളിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ കുറയും. പക്ഷേ 1 to 4 വീക്സ് വരെ എടുക്കാം കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ട്രാൻസ്മിഷൻ കുറയാനായിട്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ഇതുപോലൊരു വയറിളക്കം വരുന്ന ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നത് ഷുഡ് ബി കണ്ടിന്യൂഡ്. ഷിഗല്ല രോഗം നമ്മൾക്കാർക്കും വരാതിരിക്കട്ടെ, നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വരാതിരിക്കട്ടെ, നമ്മളുടെ പ്രായമായ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും അമ്മയ്ക്കും അച്ഛനും ഒന്നും, നമ്മുടെ കുടുംബത്തിലെ പ്രായമായ ആർക്കും, ഇനി ഇമ്മ്യൂണിറ്റി പവർ ഒന്നും കുറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് പോലും വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് SK ജംഗ്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ SK ജംഗ്ഷനിൽ നമ്മളുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത് നമ്മളുടെ തെള്ളകം മിത്തേറ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യനായ ഡോക്ടർ ഇബ്രാഹിം അലി സലീം സാറാണ്. കൃത്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ട രീതി, ഞങ്ങൾക്ക് സാധാരണക്കാർ മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാക്കി, ഏതൊക്കെ സാഹചര്യത്തിലൂടെയാണ് ഷിഗല്ല വരുന്നത് എന്ന് മനസ്സിലാക്കി, ഇത്രയും കൃത്യമായും വ്യക്തതയോടെയും പറഞ്ഞു തന്ന ഡോക്ടർക്ക് നന്ദി ഞങ്ങളുടെ സർഗക്ഷേത്ര ടീമിന്റെ വക നൽകുകയാണ്. RJ ദിവ്യയും നമ്മളുടെ ഡോക്ടറും ഇവിടെ നിന്നും അങ്ങോട്ട് പോവുകയാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.